സംസ്ഥാന തലസ്ഥാനത്തേക്ക് വന്നാൽ ഷിജോ ഒരിക്കൽ കൂടി ചേരുകയാണ്. ഷിജോ, ആ CPO ഉദ്യോഗാർത്ഥികളുടെ സമരം വലിയ സങ്കടമുണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ്. കഴിഞ്ഞ ദിവസവും നമ്മളത് കണ്ടു. ഇന്നിപ്പോൾ അവരുടെ സമരം ഏതൊക്കെ രീതിയിൽ തുടരാനാണ് അവരുടെ തീരുമാനം? മറ്റെന്തൊക്കെയാണ് തലസ്ഥാനത്ത് നിന്ന് പ്രതീക്ഷിക്കേണ്ടത്? സൈഫുദ്ദീൻ, CPO ഉദ്യോഗാർത്ഥികൾ 20 ദിവസത്തിലേറെയായിട്ട് സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം തുടരുകയാണ്. പലതവണ പല തരത്തിലുള്ള സമര രീതികളിലേക്ക് ഈ CPO ഉദ്യോഗാർത്ഥികൾ കടന്നിരുന്നു. പുല്ല് തിന്നും മുട്ടിലിഴഞ്ഞും തലമുണ്ടനം ചെയ്തും അങ്ങനെ വിവിധ തരത്തിൽ സെക്രട്ടേറിയറ്റ് പരിസരം ക്ലീൻ ചെയ്തുമൊക്കെ പല തരത്തിലുള്ള സമരമാർഗങ്ങൾ അവർ അവലംബിച്ചതാണ്. പക്ഷേ അപ്പോഴൊന്നും ഒരു തരത്തിലും അവരെ ചർച്ചയ്ക്ക് വിളിക്കാനോ അവരുടെ സമരത്തോട് ഒന്ന് ഐക്യപ്പെടാനോ പോലും ആരും തയ്യാറായിരുന്നില്ല. ഒരു തരത്തിലും എല്ലാ തരത്തിലും അവരെ അവഗണിക്കുന്ന ഒരു സ്ഥിതിയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത്. അപ്പോൾ ഇന്നലെ കുറച്ചുകൂടി സമരത്തിന്റെ രീതിയും തീവ്രതയും ഒക്കെ മാറി. ഇന്നലെ ദേഹത്ത് പെട്രോൾ ഒഴിച്ചു പോലും അവർ സമരത്തിലേക്ക് കടക്കുന്നത് കണ്ടു. റോഡ് പൂർണ്ണമായിട്ടും ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു സമരത്തിലേക്ക് പോകുന്നത് കണ്ടു. അതിനുശേഷം ഏതാണ്ട് 10,000-ലധികം വരുന്ന ഉദ്യോഗാർത്ഥികളും അവരുടെ മാതാപിതാക്കളും അവരെ സ്നേഹിക്കുന്ന ആളുകളെല്ലാവരും ഇന്നലെ ആ സമരത്തിന്റെ ഭാഗമായിരുന്നു. മണിക്കൂറുകളോളം നീണ്ടുനിന്ന സമരത്തിൽ ഏതാണ്ട് രാത്രിയോടുകൂടിയാണ് DGP ഈ ഉദ്യോഗാർത്ഥികളുമായിട്ട് സംസാരിക്കുന്നത്. അവരുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും അങ്ങനെയാണ് അവരുടെ സമരം ഇന്നലെ അവസാനിപ്പിച്ചത്. എന്തായാലും സർക്കാർ സമരം ചർച്ചയ്ക്ക് വിളിക്കുന്നത് വരെ സെക്രട്ടറിക്ക് മുമ്പിൽ സമരം തുടരാൻ തന്നെയാണ് CPO ഉദ്യോഗാർത്ഥികളുടെ തീരുമാനം. ഇന്നും പലതരത്തിലുള്ള സമരമാർഗങ്ങളുമായിട്ട് CPO ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം തുടരും. 2019 റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടുക, അതിൽ നിന്ന് ഉദ്യോഗാർത്ഥികളെ നിയമിക്കുക, ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ ഈ സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം തുടരുന്നത്. അത് പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇന്നത്തെ തിരുവനന്തപുരത്ത് നിന്നുള്ള. അതിനുശേഷം വരുന്നത് നേരത്തെ അരവിന്ദ് സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാനാർത്ഥി നിർണ്ണയമാണ്. ഏതാണ്ട് സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് കോൺഗ്രസ് അതിന്റെ അവസാന വട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇന്നിപ്പോൾ K. സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും ഡൽഹിയിലേക്ക് പോകുന്നുണ്ട്. നാളെയോ മറ്റന്നാളോ ഇത് സംബന്ധിച്ചുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഡൽഹിയിൽ നിന്നുണ്ടാവും. അപ്പോൾ ഈ സംസ്ഥാനത്ത് CPM-ഉം BJP-യും ചുവരെഴുതി പ്രചരണം തുടങ്ങിയൊരു പശ്ചാത്തലത്തിൽ കോൺഗ്രസ് അതിലേക്ക് പോലും കടന്നിട്ടില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചരണത്തിലേക്ക് കടക്കുക എന്നുള്ള നീക്കത്തിലേക്കാണ് കോൺഗ്രസ് ഇപ്പോൾ ആലോചിക്കുന്നത്. അത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഡൽഹിയിൽ നിന്നുണ്ടാവും. എന്തായാലും സംസ്ഥാനത്തെ എല്ലാ ചർച്ചകളും കഴിഞ്ഞ ദിവസങ്ങൾ കൊണ്ട് പൂർത്തിയായിരുന്നു. ഇനിയിപ്പോൾ പ്രഖ്യാപനം ഡൽഹിയിൽ നിന്നാണ് വരേണ്ടത്. അതിനുശേഷമായിരിക്കും സംസ്ഥാനത്തെ കോൺഗ്രസ് രാഷ്ട്രീയം വീണ്ടും സജീവമാകുക. മറ്റൊന്ന്, സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാകുന്ന പ്രതികരണങ്ങളും മറ്റ് കാര്യങ്ങളുമൊക്കെയാണ്. ഇന്നിപ്പോൾ രാവിലെ തന്നെ സുരേഷ് ഗോപി സിദ്ധാർത്ഥന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. വീട്ടിൽ പോയി മാതാപിതാക്കളെ കാണുകയാണ്. ഇനിയിപ്പോൾ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുടുംബം പറയുന്ന കാര്യങ്ങൾ, ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുടുംബം ഉന്നയിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും തിരുവനന്തപുരത്ത് നിന്ന് ഇന്ന് പ്രതീക്ഷിക്കുന്ന വാർത്തകൾ. സൈഫുദ്ദീൻ.